ഹായ് ഫ്രണ്ട്സ്, ഞാൻ വള്ളുവനാടൻ പാചകം എന്ന ഈ ചാനലിലൂടെ എനിക്കറിയാവുന്നതും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതുമായ ചില വിഭവങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആദ്യം ഞാനൊരു മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. അത് ആദ്യം കാണിച്ചു തരാം. ഇത് 200 ഗ്രാം മഷ്റൂം എടുത്ത് കഴുകി ഉപ്പൊക്കെ ഇട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്തത്. പിന്നെ അതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കുക. ഗ്രേവി ഉണ്ടാക്കാൻ ഒരു 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, തേങ്ങാക്കൊത്ത്, പിന്നെ കസൂരി മെത്തി. ഇത് ഇതിലേക്ക് വേണ്ട ഒരു സ്പെഷ്യൽ മസാലയാണ്. ടാറ്റാ സംപൻ എന്ന് പറയുന്ന ഒരു മസാല, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയതാണ്. മഞ്ഞൾ, ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഈ മഷ്റൂം ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടോ ഒക്കെ കഴുകി നേരെ വൃത്തിയാക്കിയത്. ഇനി ആദ്യം നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മളധികം വെളിച്ചെണ്ണ ഉപയോഗിക്കൂ. 2 വെളിച്ചെണ്ണ എടുക്കുക. ഓരോന്നായി ഇട്ടത് ബ്രൗൺ കളറാവണ വരെ ഇളക്കി വാട്ടും. അങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാം അങ്ങനെ കാണുന്നില്ല. ഒരു കയ്യിൽ ക്യാമറ, ഫോണ്, അങ്ങനെ ഇളക്കുക. ഇതിൽ വെള്ളം ഒന്ന് വലിയണവരെ ആദ്യം ഉള്ളി അത് ഇടും, മുളക് ഇടുക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇടുക. അത് കഴിഞ്ഞ് തേങ്ങ കഷ്ണം, തേങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഇതിടാം, അണ്ടിപ്പരിപ്പ്, കശുവണ്ടിപ്പരിപ്പ് ഇടാം. ഇവിടെ പൊടിയാത്തതുകൊണ്ടാണ് ഞാൻ തേങ്ങ എടുത്തത്. ഇത് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആവണ വരെ ഇടണം. അത് കഴിഞ്ഞ് ജീരകം ഇടണം. ജീരകം അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഏറ്റവും ലാസ്റ്റ് കസൂരി മേത്തി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. അത് കരിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് മാറും. അതുകൊണ്ട് അതിട്ടതും സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കേട്ടോ ഇളക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അത് ആറാൻ വേണ്ടി അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒന്ന് കൊഴുപ്പും വരും. കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക അവിടെ ആറണ വരെ. അത് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനല്ലേ, കുറച്ച് അധികം പുളി വേണ്ട, എന്നാൽ കുറച്ച് പുളിക്ക് ആവുകയും ചെയ്യും. ഒരു 2 തക്കാളി ആദ്യം വേവിച്ച് വെച്ച് അതിൻ്റെ തോല് കളഞ്ഞ് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വയ്ക്കുക. എന്നിട്ട് അത് കുതിർന്നിട്ട് അരച്ച് വെച്ച ഇത് ഗ്രേവിക്കുള്ളത് ആ മസാലയാണ് അത്. വീണ്ടും നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം ആ മസാലയാണ് ഇട്ടിട്ട് വാട്ടേണ്ടത്. മഞ്ഞപ്പൊടി അതിൻ്റെ കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉപ്പെല്ലാം കൂടിയിട്ട് മുളക് പൊടി, ആ മസാലപ്പൊടി, ഈ മസാല ഈ മഷ്റൂം കറിക്കും പനീർ കറി ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കാറ്. ടാറ്റാ സംപൻ എന്ന് പറഞ്ഞൊരു മസാലയാണ്. വേറെ മല്ലിപ്പൊടിയോ ഒന്നും ഇടണ്ട, പിന്നെ ധാരാളം മതി. ഇളക്കി അതിൻ്റെ കളർ മാറ്റി, എല്ലാം പച്ച ചുവയൊക്കെ മാറി
അപ്പം ഞാൻ തക്കാളി ഒഴിക്കും. തക്കാളി അതിലൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പാക്കി വയ്ക്കും. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. മഷ്റൂം വേവാനുള്ള വെള്ളം തക്കാളി ഒന്ന് വെന്തപ്പോൾ ഒഴിച്ചു. അത് ഇളക്കുമ്പോൾ മഷ്റൂം ഇട്ട് അത് വേവണ വരെ ഇളക്കി വേവണ വരെ തീ കത്തിച്ച് യോജിപ്പാക്കി വയ്ക്കും. ഞാനൊരു 5-8 മിനിറ്റൊക്കെ വേവിച്ചു കേട്ടോ. ഇവിടെ എല്ലാവർക്കും വേവണം, അല്ലെങ്കിൽ എന്താ വേവാത്ത വിളമ്പിയെ ചോദിക്കും. വെന്ത് കഴിഞ്ഞാൽ മല്ലിയുടെ ഇല ഇടുക. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായി, മഷ്റൂം കറി റെഡിയായി. ഇനി ഇതിലേക്ക് എന്താണ് കഴിക്കാമെന്ന് നോക്കാം. ഇതാ പൊറോട്ട പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുന്നതാണ്. പുറത്തുനിന്ന് മേടിച്ചു കൊടുന്ന് ഞാൻ പിന്നെ വീണ്ടും എണ്ണയൊക്കെ തൊട്ടിതാക്കി ഒന്നുകൂടി ചൂടാക്കി. അതാണ് നമ്മുടെ മഷ്റൂം കറി. ഇതിലേക്ക് കട്ടൻ ചായ. ഞാൻ പാൽ ചായ കുടിക്കാത്തത് കാരണം എനിക്ക് എന്തിനും കട്ടൻ ചായ വേണം. ഇനി പൊറോട്ട കൂട്ടിയിട്ട് രുചിച്ച് നോക്കാം. അയ്യോ, ക്യാമറ തിരിഞ്ഞതാണ്, തലകീഴായി. അടിപൊളി. കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിൽ നല്ല കൈപ്പുണ്യമാണ്. അപ്പോൾ നിങ്ങൾ കണ്ട് കമൻ്റ് എഴുതൂ. ഇതുപോലെ ചെയ്ത് നോക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കൂ. ഞാൻ വേറൊരു വിഭവമായി വരാം. ബൈ.